എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെ മലയാളം വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതിനായി ഭാരത സർക്കാർ അംഗീകരിച്ച ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളും വളരെ ലളിതമായി ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലേഔട്ട് സിസ്റ്റമാണ് ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട്. ഇൻസ്ക്രിപ്റ്റ് ലേഔട്ട് സിസ്റ്റത്തിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഭാരത സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് ISM വേർഷൻ 6 അഥവാ ISM V6. ISM സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പുതിയ പതിപ്പും ഗ്ലോബൽ ഫോണ്ടായ നോട്ടോ മലയാളം എന്ന ഫോണ്ടും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി എങ്ങനെയാണ് ISM V6ൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ISM ലോഡ് ചെയ്യുക. ISM ലോഡ് ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ISM ബേസിക് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ ഡയലോഗ് ബോക്സിൽ നിന്നും കീബോർഡ് ലേഔട്ടായി ഇൻസ്ക്രിപ്റ്റും സ്വിച്ച് കീയായി ക്യാപ്സ് ലോക്കും ലാംഗ്വേജായി മലയാളവും സെലക്ട് ചെയ്യുക. സ്വിച്ച് കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് സെലക്ടറാണ്. അതായത് ISM ലോഡ് ചെയ്ത ശേഷം മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ്സ് ലോക്ക് എന്ന കീ ഓൺ ആയിരിക്കണം. അല്ലാത്ത പക്ഷം കീബോർഡിൽ നിന്നും ടൈപ്പ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിരിക്കും. ശേഷം മിനിമൈസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ടാസ്ക് ബാറിൽ ISM ബേസിക് ലോഡ് ചെയ്തതിൻ്റെ ഇൻഡിക്കേഷനായി ISM ബേസിക്കിൻ്റെ ഐക്കൺ കാണുവാൻ സാധിക്കും. ഈ ഐക്കണിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ISM ബേസിക് ഓപ്പൺ ചെയ്യുവാനും ശേഷം മിനിമൈസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ISM ബേസിക് എന്ന ആപ്ലിക്കേഷനിൽ നിന്നും എക്സിറ്റ് ആകുവാനും സാധിക്കും. അടുത്തതായി മലയാളം ടൈപ്പ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഉദാഹരണമായി ഇവിടെ MS വേഡ് എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിന്നും ഗ്ലോബൽ മലയാളം ഫോണ്ടായ നോട്ടോ മലയാളം എന്ന ഫോണ്ട് സെലക്ട് ചെയ്യുക. ശേഷം ക്യാപ്സ് ലോക്ക് ഓണാക്കുക. ഇവിടെ മലയാളം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാൻ K എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ക എന്ന അക്ഷരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യുവാൻ ISM തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ മലയാളത്തിലെ മറ്റക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കീ കോഡുകൾ വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക.